ഒക്കെ ചോദിക്കാം. ഡോക്ടർ വെൽക്കം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഇൻഫെർട്ടിലിറ്റി എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അത് ശരിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഡെഫിനറ്റ്ലി ഇന്ന് നമ്മൾ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ കൂടുന്നതിനേക്കാട്ടും കൂടുതൽ നമ്മൾ ആ കാരണങ്ങളിലോട്ട് പോകുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഫോർ എക്സാമ്പിൾ, ഗർഭിണിയാവാൻ ശ്രമിക്കുന്ന തന്നെ ഒരു സാധ്യത വളരെ കുറവാണ്. വളരെ കുറച്ച് ട്രൈ ചെയ്തിട്ട് ഗർഭിണിയാവണില്ല എന്ന് പറഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുകയാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ്സ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഓവർ വെയ്റ്റ്, ഡിക്രീസ് സെക്ഷൽ ഫ്രീക്വൻസി, ഇതെല്ലാം ഇൻഫെർട്ടിലിറ്റി ആവാനുള്ളൊരു സാധ്യത നമ്മുടെ സിറ്റുവേഷനിൽ കൂട്ടുകയാണ്. ഏജ് ഓഫ് മാരേജ്, പ്രായം കൂടുന്തോറും നമ്മൾ മാരേജ് കഴിഞ്ഞ് ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ സാധ്യത പിന്നെയും കുറയാണ്. സോ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് കോസസ് ഹവ് ഇൻക്രീസ്, നമ്മൾ ആ കോസിലോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ, ആ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു ഐഡിയൽ ഏജ് ഓഫ് മാരേജ് ഉണ്ടോ? ഐഡിയലി നമ്മൾ പറയുക ഒരു അറൌണ്ട് 24 to 26 years is an ideal age for getting a child. Getting a child as far as female is concerned. See, നമ്മൾ ഏജ് ഓഫ് മാരേജ് അല്ല, മാരേജ് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ കല്യാണം കഴിക്കാം. പക്ഷേ ദ ഏജ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ചൈൽഡ്. അപ്പോൾ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റാണ് നമ്മുടെ ഏജ് ഇമ്പോർട്ടൻറ്റ്. സ്ത്രീയുടെ ഏജാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. വിത്തൗട്ട് എനി ഡൗട്ട് സ്ത്രീകളാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആസ് ഫാർ എസ് ബിക്കമിങ് പ്രഗ്നൻസി. അപ്പോൾ അവരുടെ ഏജാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ. ഇൻഫെർട്ടിലിറ്റിക്ക് സാധാരണ കണ്ടുവരുന്ന റീസൺസ് കുറേ ഉണ്ടല്ലോ. ഒരു കപ്പിള് വന്നാൽ, ഒരു ഫീമെയിലിനെയും മെയിലിനെയും പ്രത്യേകം കാണുന്നല്ലോ, ഒരു കപ്പിളിനെയാണല്ലോ നമ്മൾ കാണുന്നത്. ഒരു കപ്പിള് വന്നാൽ അവരെങ്ങനെയായിരിക്കും ആദ്യം സമീപിക്കുക? നമ്മൾ ഒരു കപ്പിള് നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ അവരുടെ ബേസിക്കായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ഒന്ന്, അവരുടെ ഫീമെയിലിൻ്റെ ഓവുലേഷൻ, അണ്ടോൽപാദനം എങ്ങനെ നടക്കുന്നു എന്നുള്ളത്, അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത്തത് ഹസ്ബൻഡിൻ്റെ സെമൻ അനാലിസിസ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ. ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മൂന്നാമത് നോക്കേണ്ടത് സ്ത്രീകളുടെ ഗർഭപാത്രം അല്ലെങ്കിൽ സ്കാൻ വഴി ട്യൂബിൻ്റെ പ്രോബ്ലംസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. ഈ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു കപ്പിൾ എത്ര പേർക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാറുണ്ട്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഈ ഇൻഫെർട്ടിലിറ്റിനെ കുറിച്ച് ഒത്തിരി മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫ്രം അവർ എക്സ്പീരിയൻസ് ഒരു 70 to 80% ഓഫ് ദ പീപ്പിൾ ഹു കം ടു അസ് ഫോർ ട്രീറ്റ്മെൻറ്റ്, ഒരു 80%ഓളം നമുക്ക് വെറും കൗൺസിലിങ്ങിലൂടെ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. only 20% ഓഫ് ദം ആക്ച്വലി റിക്വയർ സം ഫോം ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഈ 20% തന്നെ ഒരു 10% ആൾക്കാർക്കേ നമുക്ക് ആക്ച്വലി ഒരു അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ IUI, IVF പോലത്തെ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരുന്നുള്ളൂ. ഈ 10%-ന് IUI, IVF അല്ലെങ്കിൽ ICSI എന്നൊക്കെ പറയുന്ന പോലെ അഡ്വാൻസ്ഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ബാക്കി 10% കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താ? ബേസിക്കലി മെജോറിറ്റി ഓഫ് ദ സിറ്റുവേഷൻസ് നമ്മളിപ്പോൾ മെയിൻലി പറയുകയാണെങ്കിൽ ഒന്ന് കൗൺസിലിംഗ്, രണ്ടാമത്തത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് അണ്ടോൽപാദനം ഇമ്പ്രൂവ് ചെയ്യാൻ. ഇപ്പോൾ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നു. ഒരു അണ്ടം ഉണ്ടായിട്ട് പ്രഗ്നൻസി ആവാത്ത സിറ്റുവേഷനിൽ നമുക്ക് കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രഗ്നൻസി ആവാനുള്ള സാധ്യത നമ്മൾ കൂട്ടുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ ഈ ലാപ്രോസ്കോപ്പി, ഇന്നത്തെ കാലത്ത് ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ കീ ഹോൾ സർജറി എന്ന് പറയുമ്പോൾ അതും ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഇവാലുവേഷൻ്റെ ഭാഗത്തിൽ വരുന്നതാണ്. നമുക്ക് സ്കാനിലൂടെ കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോൾ സ്ത്രീകളുടെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഡോക്ടർ ഉണ്ടെന്നതിൻ്റെ പേര് പറഞ്ഞു, അതൊന്നുകൂടെ ഇപ്പോൾ IUI ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മൾ നോർമലായിട്ട് ഓവുലേഷൻ നടന്നിട്ട് അല്ലെങ്കിൽ ഓവുലേഷൻ കൂടാനായിട്ട് മരുന്നുകൾ കൊടുത്ത് ഗർഭിണിയാവാത്ത സിറ്റുവേഷൻസ് വരുമ്പോൾ ഇനി നെക്സ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്താണ് പോകേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലത്തെ ഒരു ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ, IUI. അതായത് ഹസ്ബൻഡിൻ്റെ ഫീമെയിലിൽ അണ്ടുണ്ടാവാനുള്ള മരുന്ന് കൊടുത്ത് അണ്ടോൽപാദനം വരെ എത്തിച്ച് അണ്ടോൽപാദനത്തിന് വേണ്ടിയുള്ള മരുന്നുകൾ കൊടുത്ത് അണ്ടോൽപാദനം നടക്കുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ സെമൻ എടുത്ത് നമ്മൾ വാഷ് ചെയ്ത് അതിലുള്ള ഏറ്റവും നല്ല സ്പേമിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് യൂട്രസിൻ്റെ അടുത്തേക്ക്, അതായത് ഓവുലേഷൻ്റെ ഏറ്റവും അടുത്തുള്ള സാഹചര്യം, ഓവുലേഷൻ്റെ അടുത്തല്ല, ഓവുലേഷൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് പ്ലേസ്, അത് യൂട്രസിൻ്റെ അകത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മളൊരു പാർട്ട് ഓഫ് ദി പ്രഗ്നൻസി പ്രോസസ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്. ഒരു ഹാൻഡ് ഹോൾഡിങ് പോലെ സെമനെ കുറച്ചും കൂടി അകത്തോട്ട് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് IUI എന്നുള്ള ഒരു പ്രോസസ്സ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ദ സക്സസ് റേറ്റ്. ഇപ്പോൾ ഒത്തിരി പേർക്കും ഒരു IUI എന്ന് പറയുമ്പോൾ ഇതൊരു 100% റിസൾട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണെന്നുള്ളതാണ് നമ്മളൊരു ഒരു ധാരണ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നോർമലായിട്ടുള്ളൊരു ഭാര്യയും ഭർത്താവും ഗർഭിണിയാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗർഭിണിയാവാനുള്ള സാധ്യത വെറും 20% ആണ്, ഇഫ് എവറിത്തിങ് ഇസ് നോർമൽ.
ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഗർഭിണിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നോർമലായിട്ടുള്ള ആവാനുള്ള സാധ്യത ഇസ് ലെസ് ദാൻ 20%. അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ 20%ലോട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് IUI എന്ന പ്രോസസ്സിലോട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് IUI എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ കൂടുതൽ റിസൾട്ട് ഒരു നോർമലായിട്ടുള്ള ചാൻസിലോട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ IUI എന്നുള്ള പ്രോസസ്സ്. IUIന് തന്നെ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, സ്പേമിനെ അകത്തോട്ട് വെച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ IUI ചെയ്യുന്നുള്ളൂ. പക്ഷേ അകത്ത് പോയി ഇത് എഗ്ഗിനെ കണ്ടുമുട്ടി കൂടിച്ചേരണം, അത് ഭ്രൂണമായി മാറണം, ആ സമയത്ത് ആ ഭ്രൂണം ഗർഭാശയത്തിനകത്തേക്ക് അതിന് ശേഷം വന്ന് വീഴണം, അത് പിടിക്കണം, ഒത്തിരി പ്രോസസ്സ് സംഭവിച്ചതിന് ശേഷമേ ഗർഭം സംഭവിക്കുള്ളൂ. അപ്പോൾ IUI എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ അല്ല. IUI ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ്. പലപ്പോഴും അങ്ങനെ കേൾക്കാറുണ്ടല്ലോ, നമ്മൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് പോയി IUI ചെയ്തു, അത് 1-2 പ്രാവശ്യം നമ്മൾ ചെയ്യുന്നു, അത് സക്സസ് ആവുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇത് IUIയിൽ ശരിയാവില്ല, നമുക്ക് അടുത്ത ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? 2-3 സിറ്റുവേഷൻസ് ആണ് ബേസിക്കലി. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത് പേഷ്യൻറ്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ചില പ്രോബ്ലംസ് ഉണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ചില പ്രോബ്ലംസ് ഉണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. അപ്പോൾ ഇനീഷ്യലി നമ്മളൊരു നോർമൽ, അതിൻ്റെ അർത്ഥം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഗർഭിണി ആവില്ല എന്നില്ല. എത്ര പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ഒരു ട്രയൽ കൊടുക്കണം. ഒരു ട്രയൽ കൊടുത്തിട്ട് ശരിയായില്ലെങ്കിൽ ചെറിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ചെറിയ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ നമ്മൾ ആ പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ് നമ്മൾ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ഓപ്ഷനിലോട്ടാണ് നമ്മൾ IUI എന്നുള്ള ഓപ്ഷനിലോട്ട് പോകുക. IUI എന്ന് പറഞ്ഞിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ രീതിയിൽ പറയുക, ലൈക്ക് എ സെറ്റ്, ഒരു 20% ചാൻസ് ആണ് ഒരു സൈക്കിൾ IUI ചെയ്യുമ്പോൾ ഗർഭിണിയാവാനുള്ള സാധ്യത. അപ് ടു 3 to 4 സൈക്കിൾസ് ഓഫ് IUI ആണ് ഏറ്റവും ഐഡിയൽ. ഈ 3 to 4 സൈക്കിൾസ് ഓഫ് IUIന് ശേഷം ഗർഭിണിയായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പ്രോസസ്സ് പിന്നെയും ഗർഭിണിയാവാനുള്ളൊരു സാധ്യത ഉണ്ടാക്കില്ല എന്നാണ്. അതായത് അതിലും കൂടുതൽ ചെയ്തുകൊണ്ട് നമ്മൾ പ്രഗ്നൻസി ആവാനുള്ള സാധ്യത കൂട്ടുന്നില്ല. 10 പ്രാവശ്യം വരെ IUI ചെയ്യുന്ന ആൾക്കാരുണ്ട്. 10ാമത്തെ പ്രാവശ്യം ഗർഭിണിയാവാം, ഇല്ല എന്നല്ല. പക്ഷേ ഇഫ് ആ പ്രോസസ്സ് സക്സസ്ഫുൾ ആവാനായിട്ട് ഒരു 3 to 4 ടൈംസിൽ സക്സസ്ഫുൾ ആണെങ്കിലാണ് നമുക്ക് IUI സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇന്ന് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ IUI എന്ന പ്രോസസ്സ് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് ടു ഡു IVF. IVF എന്ന് പറയുന്നത് ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ട്രീറ്റ്മെൻറ്റ്. ടെസ്റ്റ് ട്യൂബ് ചികിത്സയിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ സ്പേമിനെ നമ്മൾ യൂട്രസിൻ്റെ അകത്തേക്ക്, ഏറ്റവും നല്ല സ്പേമിനെ വാഷ് ചെയ്ത് യൂട്രസിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലങ്ങനെയല്ല. IVF എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് അണ്ടം ഉണ്ടാവാനുള്ള മരുന്ന് കൊടുത്ത് കൂടുതൽ അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ആ അണ്ടങ്ങൾ നമ്മൾ അണ്ടർ സ്കാൻ അണ്ടത്തിനകത്തുനിന്ന് എടുത്ത് അണ്ടവും ബീജവും ശരീരത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇത് രണ്ടും ഫ്യൂസ് ചെയ്ത് ഒരു എംബ്രിയോ ആക്കി മാറ്റി പിന്നെ 2-3 ദിവസം അതിനെ പുറത്ത് വെച്ച് വളർത്തി പിന്നെ യൂട്രസിനകത്തേക്ക് തിരിച്ച് വെച്ച് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ IVF എന്ന് പറയുന്നത്. ഇനി ബീജവും അണ്ടവും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന 2 രീതിയിലത്തെ പ്രക്രിയയുണ്ട്. ഒന്ന് നമ്മൾ റുട്ടീനായിട്ട് IVF എന്ന് പറയുന്ന ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടൊരു പ്രോസസ്സും ഉണ്ട്. ICSI ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും ഉണ്ട്. IVF എന്ന് പറയുമ്പോൾ നമ്മളെ പുറത്തേക്ക് എഗ്ഗ് എടുത്ത് അതിൻ്റെ കൂടെ സ്പേം ഇട്ടു. നൗ ദാറ്റ് സ്പേം ഹാസ് ടു ഗോ ഇൻസൈഡ് ദ എഗ് ഓൺ ഇറ്റ്സ് ഓൺ. അത് താനെ തന്നെ അത് പോയി അതൊരു ഭ്രൂണമാക്കി മാറ്റാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. അപ്പോൾ അതൊരു IVF കുറച്ചും കൂടി പഴയൊരു പ്രോസസ്സാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രോസസ്സാണ് അത്. പ്രോബബ്ലി ഇൻ ദ ലാസ്റ്റ് 20 years ഇപ്പോൾ വന്നിട്ടുള്ളതും ഈ IVF എന്ന റിസൾട്ട്സ് കൂടാനുള്ളൊരു സാഹചര്യമുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത് ICSI എന്ന പ്രോസസ്സാണ്. അതായത് ഒരു എഗ്ഗിനെ എടുത്ത് നമ്മളൊരു സ്പേമിനെ എടുത്ത് ആ സ്പേമിനെ എഗ്ഗിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് അതിനെ എംബ്രിയോ ആക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഭ്രൂണങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ വെൻ യു ഹാവ് മോർ നമ്പർ ഓഫ് എംബ്രിയോസ് ദ പോസിബിലിറ്റി ഓഫ് പ്രഗ്നൻസി ഈസ് ഓൾസോ ഹയർ. ഈ പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരിൽ ഒന്നിലധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഗതി കാണാറില്ലേ? അതെന്തുകൊണ്ടാണ്? അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു സാഹചര്യം പോലെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? ഗർഭിണിയാവാത്ത അവസ്ഥയിൽ ഒരു നോർമലായിട്ട് ഓവുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാവാനുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാവാനുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ ജസ്റ്റ് ലൈക്ക് നമ്മൾ ഒരെണ്ണം ശരിയാവാത്തതുകൊണ്ടാണല്ലോ നമ്മൾ 2 അണ്ടം ഉണ്ടാവാൻ വേണ്ടി. അപ്പോൾ 2 അണ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റാണ്. 2 അണ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷനിൽ ചില സമയത്ത് 2 അണ്ടങ്ങളിലും കുട്ടികളുണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ, അതായത് മൾട്ടിപ്പിൾ പ്രഗ്നൻസി വരാനുള്ളൊരു സാധ്യത കൂടുതലുള്ളത്. പക്ഷേ മൾട്ടിപ്പിൾ പ്രഗ്നൻസി കൂടുതൽ സംഭവിക്കുന്നത് ഇന്നത്തെ കാലത്ത് IVF-നേക്കാട്ടും കൂടുതൽ IUI-ലാണ്. ബിക്കോസ് IUI-ൽ നമുക്ക് കൺട്രോളില്ല എത്ര ഭ്രൂണങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതിൽ. നമ്മൾ അണ്ടം ഉണ്ടാവാൻ മരുന്ന് കൊടുത്തു, നമ്മൾ സ്പേമിനകത്തോട്ട് ഇട്ടു.
ഇനി അകത്ത് പോയി അവർ തമ്മിൽ മുട്ടി എത്ര ഭ്രൂണങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് കൺട്രോൾ ഇല്ല. അതേ സമയത്ത് ഇന്ന് IVF-ൽ നമ്മൾ പുറത്ത് വെച്ച് ഭ്രൂണങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഗർഭാധാനത്തേക്ക് വെക്കുന്നത്. സോ വി ഹാവ് എ കറക്റ്റ് കൺട്രോൾ ഓഫ് ദ നമ്പർ ഓഫ് എംബ്രിയോസ് ദാറ്റ് നമ്മൾ യൂട്ടസിനകത്തേക്ക് വന്ന്, അതുകൊണ്ട് നമുക്ക് അതിനുള്ളൊരു ഒത്തിരി മൾട്ടിപ്പിൾ, അതായത് ട്രിപ്ലെറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരാനുള്ളൊരു സാധ്യത നമുക്ക് ഇന്നത്തെ കാലത്ത് കുറയ്ക്കാൻ പറ്റും. ഈ IVF-ൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല സ്പേമിൽ നിന്ന് ഒരു സ്പേമിനെ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ പല എഗ്ഗിൽ നിന്ന് ഒരു എഗ്ഗിനെ സെലക്ട് ചെയ്തല്ലേ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടോ? അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? എഗ്ഗിന് അധികം വലിയൊരു ചോയ്സ് ഇല്ല. ബിക്കോസ് എഗ്ഗ് വളരെ കുറവ് നമ്പറേ ഉണ്ടാവുള്ളൂ. നമുക്കൊരു 10 എഗ്ഗ് കിട്ടിക്കഴിഞ്ഞാൽ ആ 10 എഗ്ഗിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അതിൽ സ്പേമിൻ്റെ സിറ്റുവേഷൻ വേറെയാണ്. സ്പേം എന്ന് പറഞ്ഞാൽ നമുക്ക് മില്യൺസ് ഓഫ് സ്പേംസ് ഉണ്ട്. അപ്പോൾ റുട്ടീനായിട്ട് നമ്മളൊരു സ്പേം സെലക്ഷൻ ICSI എന്ന് പറഞ്ഞ പ്രോസസ്സിൽ സ്പേം സെലക്ട് ചെയ്യണം. സ്പേമിനെ നമ്മളൊരു മാഗ്നിഫൈ ചെയ്തിട്ട് അതിനൊരു ബേസിക് മാഗ്നിഫിക്കേഷനിൽ സ്പേമിൻ്റെ ഹെഡും ടെയില് നെക്കൊക്കെ എല്ലാം നോർമലാണെങ്കിൽ ആ നോർമലായിട്ട് കാണുന്ന സ്പേമിൻ്റെ നമ്മൾ എടുത്ത് എഗ്ഗിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് സാധാരണ രീതിയിലത്തെ ICSI എന്ന് പറയുന്നത്. ഇനി അതിനെയും അഡ്വാൻസ് ഉണ്ട്. ഇപ്പോൾ IVF ചെയ്ത് നോർമലായിട്ടുള്ള ICSI ചെയ്ത് പ്രഗ്നൻസി ആവാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് IMSI, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് മോർഫോളജിക്കലി സെലക്റ്റഡ് സ്പേം ഇഞ്ചെക്ഷൻ. അതായത് ഇതേ സ്പേമിന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു 200 ടൈംസ് മാഗ്നിഫിക്കേഷനിലാണ് സ്പേമിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതേ സ്പേമിനെ നമ്മൾ 7,000 to 10,000 ടൈം മാഗ്നിഫൈ ചെയ്തിട്ട് അതിനെന്തെങ്കിലും എബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ നോക്കി ആ ഏറ്റവും നല്ല സ്പേമിനെ നോക്കി സെലക്ട് ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് IMSI എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്മോളർ പ്രോസസ്സ് ആർ ദെയർ വെയർ വി ക്യാൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാനായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒരു പക്ഷേ നമുക്ക് ജനിതക വൈകല്യങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റിയേക്കും അല്ലേ? അത് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബേസിക്കലി ആസ് പെർ ദ സ്റ്റഡീസ്, നമുക്കിപ്പോൾ ഇന്നത്തെ നിലവിലുള്ള പബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസിനെ വെച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി പ്രഗ്നൻസി റേറ്റ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു എന്താ പറയുക ജനിതക വൈകല്യങ്ങൾ കുറവ് അതോ കൂടു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പം IUI ആണോ IVF ആണോ അതോ ഇനി കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ICSIയോ അല്ലെങ്കിൽ IMSIയോ പോലുള്ള ട്രീറ്റ്മെൻ്റ് ആണോ ഒരു കപ്പിളിന് വേണ്ടത് എന്നെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അത് നമ്മളെ ഫസ്റ്റ് ഓപ്ഷൻ അവരുടെ ഏജ്. ഫീമെയിൽ ഏജ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അവർക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം നമ്മൾ തീരുമാനിക്കുന്നതിൻ്റെ ഒരു ഫാക്ടർ ഫീമെയിൽ ഏജ്. ഫീമെയിൽ ഏജിന് ശേഷം അവർക്ക് രണ്ടുപേർക്കും എന്താണ് ഇൻഫെർട്ടിലിറ്റിക്കുള്ള കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ചെറുതായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആദ്യം അത് ചെയ്യണം. അത് ചെയ്തിട്ടും ആയിട്ടില്ല, അല്ലെങ്കിൽ ഏജ് അഡ്വാൻസ്, അതായത് എനിക്ക് ഒരു 40 വയസ്സുള്ള ആൾ ഒരു വർഷമായിട്ട് ട്രൈ ചെയ്തിട്ട് വരണോ, അങ്ങനത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒത്തിരി സമയമില്ല എൻ്റെ അടുത്ത്. ടൈം ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. എനിക്കിപ്പോൾ എന്തിനാ അവർക്ക് ഓരോരോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടി എനിക്ക് സമയം വേണം. സമയം കൂടുന്തോറും അവരുടെ ഏജ് കൂടി അവരുള്ള അണ്ടങ്ങളുടെ അളവ് തന്നെ കംപ്ലീറ്റ്ലി ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്നതിന് മുമ്പ് ഐ ഹാവ് ടു ഡു എ ട്രീറ്റ്മെൻറ്റ്. സോ ഒരു 28 ഇയർ ഓൾഡ് ഒരു ഫീമെയിൽ വരുന്നുള്ള ട്രീറ്റ്മെൻറ്റും ഒരു 38 ഇയർ ഓൾഡ് ഫീമെയിൽ വരുന്ന കാണുമ്പോഴുള്ള ട്രീറ്റ്മെൻറ്റും ഒരേ പ്രോബ്ലത്തിന് കാണുകയാണെങ്കിൽ വരെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് മാറും. ബിക്കോസ് ആ ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഡിപ്പെൻഡൻ്റ് ആണ്, നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ ദ ഡിസീസ് സംടൈംസ്. ഈ IVF അല്ലെങ്കിൽ IUI അല്ലെങ്കിൽ ICSI എന്ത് തന്നെ ആയാലും ട്രീറ്റ്മെൻറ്റ് ഏത് തന്നെ ആയാലും ഈ ട്രീറ്റ്മെൻറ്റ് പലതവണ എടുത്ത് ഇനി അവസാനം നിങ്ങൾക്ക് ഒരു സക്സസ് ആവുന്ന സാധ്യത ഇല്ല, നിങ്ങൾ നിർത്തിക്കോളൂ എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടോ? ഓ ഡെഫിനറ്റ്ലി. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈക്ക് എ സെറ്റ്, IVF അല്ലെങ്കിൽ നോർമലായിട്ട് കൺസീവ് ചെയ്യാൻ നമ്മുടെ ചാൻസസ് 20%. അതിൻ്റെ കുറവുമ്പോൾ നമ്മൾ IUI പോലത്തെ പ്രൊസീജിയർ ചെയ്താൽ അതിന് 20%ലോട്ട് എത്തിക്കുന്നു. ഇനി 20% ശേഷം നമ്മൾ IVF അല്ലെങ്കിൽ ICSI എന്ന പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടാവുന്ന ഇന്നത്തെ നിലവിൽ ഏറ്റവും നല്ല പേഷ്യൻറ്റിന് ഏറ്റവും നന്നായിട്ട് കിട്ടാവുന്ന റിസൾട്ട് ഇസ് നോട്ട് മോർ ദാൻ 40 to 50%. അപ്പോൾ ഇന്നത്തെ നിലവിലുള്ള ഏറ്റവും അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റാണ് ICSI എന്നൊക്കെ പറയുന്നത്. അതിൽ വരെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല റിസൾട്ട് ഇസ് അറൗണ്ട് 40 to 50%. അതായത് ഒരു 50 to 60% ഓഫ് ദ ഗുഡ് പേഷ്യൻസ് ക്യാൻ ഫെയിൽ ഇൻ യുവർ ഫസ്റ്റ് IVF. അപ്പോൾ നമ്മൾ ഒരു ഫെയിലിയർ ഒരിക്കലും നമ്മളതൊരു വലിയൊരു പ്രോബ്ലം ആയിട്ട് കണക്കാക്കാൻ പാടില്ല. 2 to 3 ടൈംസ് IVF ഫെയിലായെന്നോ അല്ലെങ്കിൽ എഗ്ഗിന് ക്വാളിറ്റി വളരെ കുറവാണെന്ന് മനസ്സിലാക്കുന്നു, സ്പേമിന് ക്വാളിറ്റി വളരെ കുറവാണെന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടായി വരുന്ന എംബ്രിയോ വളരെ മോശമാണ്, മൾട്ടിപ്പിൾ ടൈംസ്, ഒരു പ്രാവശ്യമല്ല 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം ഒരേപോലെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദർ ഇസ് ഡെഫിനറ്റ്ലി എ വെരി സീരിയസ് പ്രോബ്ലം ഇൻ ദിസ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു പ്രാവശ്യം ഫെയിലിയർ ആവുന്നത് ഒരിക്കലും ഒരു വലിയൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കരുത്. ബിക്കോസ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ഇന്ന് നിലവിലുള്ള സക്സസ് റേറ്റ് ഇസ് ഓൺലി അറൗണ്ട് 40 to 50%. ഈ ഇതിനകത്ത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, ഇപ്പം സ്പേം സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ എംബ്രിയോ സ്റ്റോർ ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളല്ലേ ഇപ്പോൾ? ഡെഫിനറ്റ്ലി ഇന്നത്തെ കാലത്ത് അതൊരു എംബ്രിയോ ക്രയോ പ്രിസർവേഷൻ അല്ലെങ്കിൽ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ. അതായത് നമ്മൾ IVF ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാവാനുള്ള
മരുന്നുകളാണ് കൊടുക്കുന്നത്. കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അണ്ടങ്ങൾ നമ്മൾ പുറത്തേക്കെടുത്ത് സ്പേമിനായിട്ട് ചേർത്ത് അതിൽ നിന്ന് നല്ല ഭ്രൂണങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെപ്പോഴും എയിം ചെയ്യണ ഒരു 10 to 12 എഗ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 to 12 എഗ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൊരു നല്ല എഗ്ഗ് ചിലപ്പോൾ ഒരു 10 എണ്ണേ കാണുള്ളൂ. അതിനെ സ്പേമുമായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്കൊരു 7-8 എണ്ണേ നല്ല ഭ്രൂണങ്ങളായിട്ട് മാറുള്ളൂ. അത് ഭ്രൂണങ്ങൾ വളർന്നു വരണമെങ്കിൽ ചിലപ്പോൾ ഒരു 5-6 നല്ലത് വളർന്നു വരുള്ളൂ. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ 1-2 യൂട്ടസിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന് നമ്മൾ ഫ്രീസ് ചെയ്യാനുള്ള പ്രൊവിഷൻ എന്നുണ്ട്. ബിക്കോസ് 50% ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും നല്ല പേഷ്യൻ്റ് ഒരു 40-50% റിസൾട്ട് ഉള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ഫെയിലിയർ ആവുകയാണെങ്കിൽ ഈ ഫ്രോസൺ എംബ്രിയോസ് വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു പ്രോസസ്സ് ആ ഒരു പേഷ്യൻറ്റിന് കോസ്റ്റ് വൈസ് നോട്ട് ഓൺലി ഫിനാൻഷ്യലി പക്ഷേ ആ സൈക്കോളജിക്കൽ ഈ ഒരു പ്രൊസീജിയറൊന്നും മുഴുവൻ പോകേണ്ട ആവശ്യമില്ല. ഉണ്ടാവാനുള്ള പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആ യൂട്ടസ് റെഡിയാക്കി ആ എംബ്രിയോനെ യൂട്ടസിനകത്തേക്ക് വെച്ചെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ ബേസിക്കലി എന്ന് പറയുമ്പോൾ എഗ്ഗുകൾ ചില സമയത്ത് കൂടുതലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ നമ്മളെപ്പോഴും ഒരു ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 10 to 12 എഗ്സ് ആണ്. പക്ഷേ ചില സമയത്ത് 10 to 12 അല്ലെങ്കിൽ 10 to 15 എഗ്സ് ആണ് നമ്മൾ ഉണ്ടാവാനായിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പലവരും പല രീതിയിലാണ് അതിന് റെസ്പോണ്ട് ചെയ്യുക. ചിലവർ നമ്മളൊരു ബേസിക് മരുന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത്ര ഉണ്ടാക്കണമെന്നില്ല. ചിലവർ നമ്മൾ ഇതിലും ചിലപ്പോൾ വളരെ കുറച്ച് ഡോസ് കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 20 എഗ്ഗ് 25 എഗ്ഗ് 30 എഗ്ഗ് അങ്ങനത്തെ സിറ്റുവേഷൻ, അതായത് ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്നൊരു സിറ്റുവേഷൻ. അത് മാത്രമാണ് മെയിനായിട്ട് നമ്മുടെ ഒരു കോംപ്ലിക്കേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഏജ് കൂടിയുള്ളവർ, അണ്ടം കുറവുള്ളവർ, അങ്ങനത്തെ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവണമെന്നില്ല. ഞാൻ പറയാം ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോംപ്ലിക്കേഷൻ സക്സസ് റേറ്റ് കുറവാന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന്. അത് കഴിയുമ്പോൾ ഈ ഹൈപ്പർ സ്റ്റിമുലേഷൻ, പിന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ മൾട്ടിപ്പിൾ പ്രഗ്നൻസി. അത് നമ്മളെപ്പോഴും നല്ല ക്വാളിറ്റി ഓഫ് എംബ്രിയോസിനെ സെലക്ട് ചെയ്ത് 1-2 കുറവിടുമ്പോൾ നമ്മുടെ ഒരു മൾട്ടിപ്പിൾ പ്രഗ്നൻസി ചാൻസസ് ആർ ലെസ്. ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് പൊതുവെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് എന്നൊരു ആരോപണമുണ്ടല്ലോ, അതിൽ കാരണമുണ്ടോ, അതങ്ങനെയാണോ? നമ്മൾ പക്ഷേ അതിൻ്റെ ഒരു ബേസിക് ഒരു ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് വി ആർ ക്ലോസിങ് ഇൻ ഓൺ 25 years ഓഫ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, IVF ട്രീറ്റ്മെൻറ്റ്. ഇപ്പം നമ്മൾ അന്ന് വെച്ച് നോക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് ഒരു 1997 or 1998 ആ സമയത്ത് നമ്മുടെ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ എക്സി ട്രീറ്റ്മെൻറ്റിന് അന്നൊരു കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 80,000 rupees to 1 lakh ആണ്. ഇന്ന് അതേ ട്രീറ്റ്മെൻറ്റിന് ഒരു 1.5 lakhs ട്രീറ്റ്മെൻറ്റ്. അത് അത്രയും വലിയൊരു അഡ്വാൻസ്മെൻ്റ് ആണോ? അല്ല. അപ്പോൾ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മളൊരു മേജർ കോർപ്പറേറ്റ് ഇന്നത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു എപ്പൻഡിസെക്ടമി സർജറി ചെയ്യണമെങ്കിൽ വരെ ഇറ്റ് വിൽ കോസ്റ്റ് യു അറൗണ്ട് 1.5 lakhs to 2 lakhs. നമ്മളൊരു നീ റീപ്ലേസ്മെൻറ്റ് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ചെയ്യണമെങ്കിൽ ഇഫ് യു ലുക്കിംഗ് അറ്റ് ദ മോസ്റ്റ് ബെസ്റ്റ് നീ ഇംപ്ലാന്റ് നമുക്കൊരു 5 to 6 lakhs കോസ്റ്റ് വരും. വെൻ യു ലുക്ക് അറ്റ് ദാറ്റ്, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ആസ് എ ട്രീറ്റ്മെൻറ്റ് അത്രയും വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടില്ല. പക്ഷേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ദാറ്റ് ഇൻഫെർട്ടിലിറ്റി ഇസ് എ വെരി എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഒത്തിരി വന്ന് ചോദിക്കുന്ന ഒരു കാര്യം, എത്ര കോസ്റ്റ് വേണം ഈ മുഴുവൻ ട്രീറ്റ്മെൻറ്റിന് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ വെറും കൗൺസിലിങ്ങിലൂടെ മാത്രം ചിലപ്പോൾ അവർ ഗർഭിണിയാവും, ഒരു ചിലവില്ലാണ്ട് അവർ ചിലപ്പോൾ ഗർഭിണിയാവും. ചിലപ്പോൾ സ്മോളർ ട്രീറ്റ്മെൻറ്റ്സിൽ അവർ ഗർഭിണിയാവും. ചില സമയത്ത് നമ്മൾ ഓൾമോസ്റ്റ് ചിലപ്പോൾ മൾട്ടിപ്പിൾ ട്രീറ്റ്മെൻറ്റ്സ്, മൾട്ടിപ്പിൾ IVFs ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അവർക്ക് എത്ര കോസ്റ്റ് വരുന്നു, എത്രത്തോളം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഈ ഹോർമോണൽ ആയിട്ടുള്ള കുറേ ട്രീറ്റ്മെൻറ്റ്സിന് അത് ഇൻവോൾവ് ആണല്ലോ. അതുകൊണ്ട് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഫീമെയിലിനോ മെയിലിനോ എന്തെങ്കിലും പിന്നീടുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നമ്മൾ പറയുക വെൻ യു ഡു ഇൻ IVF നമ്മൾ കൂടുതൽ ഹോർമോൺസ് കൊടുക്കുകയാണ് ടു പ്രൊഡ്യൂസ് മോർ നമ്പർ ഓഫ് എഗ്സ്. നോർമലി അത് ആ സിറ്റുവേഷനിൽ മിക്കപ്പോഴും ആ ഒരു സിറ്റുവേഷൻ്റെ ആ സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ, അതായത് കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടായി വരുന്നൊരു സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. പിന്നെ പറയുക കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് അല്ല, ഈ ടാബ്ലറ്റ്സ് ഉണ്ടാവുന്ന ടാബ്ലറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് 1-2 വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ഓവറിയിൽ ക്യാൻസറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോർമലായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഒരു വിധത്തിലും ഇന്നത്തെ സ്റ്റഡീസൊന്നും ഒരു ഇൻക്രീസ് ഇൻ കോംപ്ലിക്കേഷൻസും കാണിക്കുന്നില്ല. ഇത് ജനറൽ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 40 to 50%. 40-50% ഏറ്റവും നല്ല പേഷ്യൻറ്റിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല പേഷ്യൻറ്റിന്. ഇപ്പം നമ്മുടെ പ്രോബ്ലംസ് കൂടുന്തോറും നമ്മുടെ സക്സസ് റേറ്റ് കുറയുന്നു. നമ്മുടെ ഫീമെയിൽ ഏജ് കൂടുന്തോറും നമ്മുടെ സക്സസ് റേറ്റ്സ് കുറയുന്നു. ഒത്തിരി പേരുണ്ട് നമ്മളെ ഫോൺ വിളിച്ച് ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കും നിങ്ങളുടെ അവിടെ സക്സസ് റേറ്റ് എത്രയാണ്? ഒരു നല്ലൊരു സെൻറ്ററിൽ ഏത് പേഷ്യൻ്റ് പോയാലും ഒരേ സക്സസ് റേറ്റ് കിട്ടണം. അതായത് ഒരു വളരെ മോശമായിട്ടുള്ള ഒരു എൻഡോമെട്രിയോസിസ് ഉള്ളൊരു പേഷ്യൻറ്റിന് 28 വയസ്സുള്ള അതേ പേഷ്യൻറ്റിന് സക്സസ് റേറ്റ് ചിലപ്പോൾ കുറവായിരിക്കാം. അതേ സമയത്ത്
ബീജത്തിന് കുഴപ്പമുള്ള ഒരു പേഷ്യൻറ്റിന് 28 വയസ്സ് പേഷ്യൻറ്റ് നല്ല റിസൾട്ട് കിട്ടിയേക്കാം. അപ്പോൾ റിസൾട്ട് ഇസ് ഡിപ്പെൻഡൻ്റ് ഓൺ പേഷ്യൻറ്റ്, നോട്ട് ഓൺ ദ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആ പേഷ്യൻ്റിനനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ് റേറ്റ് കുറയും. ഇതിൽ 3 തിങ്സ് നമ്മൾ ഏതൊരു പേഷ്യൻറ്റും ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രീറ്റ്മെൻറ്റ്, നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് ട്രീറ്റ്മെൻറ്റിനുള്ള കോസ്റ്റ്, എന്താണ് ട്രീറ്റ്മെൻറ്റ് സക്സസ് റേറ്റ്. ഈ കാര്യങ്ങൾ വളരെ കറക്റ്റാക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കാനായിട്ട്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിലേക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വന്നേക്കാവുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, ഇപ്പോൾ ഡോക്ടർ അവസാനം പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്, എന്നാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വളരെ ചുരുക്കി എന്ത് പറഞ്ഞു ഒരു ഉപദേശം, ഒരു അഡ്വൈസ് കൊടുക്കാനൊക്കെ ഒരു നമുക്ക് നടത്താം. അല്ല, എപ്പോഴും കോമൺ ആയിട്ട് കാണുന്നൊരു വസ്തുതയാണ്. ഇന്നത്തെ നിലവിൽ ഒത്തിരി പേർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, ദേ ആർ കംപ്ലീറ്റ്ലി നോർമൽ. അവർ കുറച്ചാൾ ട്രൈ ചെയ്യും, ശരിയാവില്ല, പല ഡോക്ടർമാരെ കാണും. 10 വർഷം 12 വർഷത്തോളം പല ഡോക്ടർമാരെ കണ്ട് എല്ലാം നോർമലാണ് ട്രൈ ചെയ്ത് പറഞ്ഞിട്ട് അവർ ഒരു നല്ലൊരു പ്രായം 28-27 വയസ്സ് സമയത്ത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ആൾക്കാരായിരിക്കും. പക്ഷേ കാര്യമായിട്ടൊന്നും ചെയ്യാണ്ട് പിന്നെ അവസാനം ഒരു 40 വയസ്സാകുമ്പോൾ നമ്മുടെ അടുത്ത് വരും, ഇനി നമുക്ക് IVF ചെയ്യാന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരു ഫോം ഓഫ് ട്രീറ്റ്മെൻറ്റ് ഒരു നോർമലായിട്ട് കൺസീവ് ആയില്ലെങ്കിൽ നമ്മളൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ശരിയായില്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഒരു ട്രീറ്റ്മെൻറ്റിൽ നിന്ന് അടുത്ത ട്രീറ്റ്മെൻറ്റിലോട്ട് പതുക്കെ നമ്മൾ മുന്നോട്ട് പോയിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. ഏജ് ഒരു ഫാക്ടറാണ്. എക്സ്പെഷ്യലി ആ സക്സസ് റേറ്റ് കുറവെന്ന് പറയുന്നുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞത്, സക്സസ് റേറ്റ് കുറവായതുകൊണ്ട് എപ്പോഴും ഒരാൾ ഒരു ഫെയിലിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര ഡിജക്റ്റഡ് ആവും, അവർ കുറേ നാളത്തേക്ക് ട്രീറ്റ്മെൻറ്റ് വരില്ല. പക്ഷെ നഷ്ടം അവർക്ക് തന്നെയാണ്. ബിക്കോസ് അവരുടെ ഏജ് പിന്നെയും അടുത്ത ട്രീറ്റ്മെൻറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം വരുമ്പോൾ പിന്നെയും വയസ്സ് കൂടുതൽ, പിന്നെയും സക്സസ് റേറ്റ് കുറയുന്നുള്ളൂ. ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ എല്ലാ പ്രൊസീജിയേഴ്സും നോക്കി തീർക്കണം. ഓക്കെ, ഇന്നത്തെ സ്മാർട്ട് ഡോക്ടറിൽ നമ്മുടെ ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ചാണ് സംസാരിച്ചത് ഡോക്ടർ പരശുറാം. അദ്ദേഹം സൈമർ കൊച്ചിയിലെ ഇൻഫെർട്ടിലിറ്റി